100 ദിവസം കൊണ്ട് 100 പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഈ മാസം മുതൽ എല്ലാ ജില്ലയിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടത്തുന്നത്. 100 ദിവസം കൊണ്ട് 100 പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സ്കീംസ് ആരംഭം കുറിച്ചു കഴിഞ്ഞു. പ്രിയദർശിനി പദ്ധതി നിങ്ങൾക്ക് അറിവുള്ളതുപോലെ സൗജന്യ യാത്രാ സ്ത്രീകൾക്ക് അത് കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഗവൺമെന്റ് അത് നടപ്പിലാക്കി. വയോജന വകുപ്പ് നിലവിൽ കൊണ്ടു. അധികം താമസിക്കാതെ ഒരു മന്ത്രിയുടെ ചുമതലയിലേക്ക് ആ വകുപ്പ് വരാൻ പോവുകയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ച് വളരെ വേഗതയിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഓരോ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയുന്ന വിവിധ വിഷയങ്ങളെ ആസ്പദമാണ്. ഇപ്പൊ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഏറ്റെടുത്തിരിക്കുന്നത് മുൻഗണന റേഷൻ കാർഡുകൾ 50,000 റേഷൻ കാർഡുകൾ അടുത്ത 3 ദിവസം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക്. ഓരോ വകുപ്പുകൾ കേന്ദ്രീകൃതമായിട്ടുണ്ട്. ഈ ഉപഭോക്തൃകാര്യ വകുപ്പിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ 1000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കുകയും ഇതെല്ലാം അടുത്ത ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ ലോങ് റണ്ണിൽ പൂർത്തിയാക്കിയെടുക്കാൻ കഴിയുന്നതുമായുള്ള സ്കീംസ് നടപ്പിലാക്കുകയാണ്. എല്ലാ വകുപ്പുകളിലും ഉണ്ട്. എഞ്ചിനീയറിംഗിലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്. എല്ലാ തലങ്ങളിലും ഓരോ പദ്ധതികൾ വെച്ച് ഈ വെക്കുന്ന സ്കീംസ് നടപ്പിലാക്കുന്നതിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഓരോ ദിവസവും നമുക്ക് പരിശോധിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള സംവിധാനം ഓൺലൈനിൽ ലഭ്യമാണ്. ആ ഓൺലൈനിൽ ഓരോ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഈ മാസം മുതൽ എല്ലാ ജില്ലയിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താലൂക്ക് ആസ്ഥാനത്ത് നിന്ന് 15 കിലോമീറ്ററോ അതിലധികമോ ദൂരമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. 100 ദിവസത്തിൽ പരിമിതപ്പെടുത്തുക എന്നതല്ല, പദ്ധതി തുടർന്നു പോകാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. പിറവം മണ്ഡലത്തിലെ തിരുമാറാടി, പാമ്പാക്കുട പഞ്ചായത്തുകളിലും ക്യാമ്പ് നടത്തും. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയാണ്. ഉപഭോക്തൃ വകുപ്പ് 1000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കും. ഇതുപോലെ എല്ലാ സർക്കാർ വകുപ്പുകളും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് മന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാൻ റെജി ജോൺ അധ്യക്ഷത വഹിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ലീഗൽ മെട്രോളജി കൺട്രോളർ രാജേഷ് സാം, ലീഗൽ മെട്രോളജി മധ്യമേഖല ജോയിന്റ് കൺട്രോളർ K ശീലൻ, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിവിൻ ജോർജ്, പിറവം നഗരസഭാധ്യക്ഷൻ KR പ്രദീപ് കുമാർ, കേരള പഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KR ജയകുമാർ, കൂത്താട്ടുകുളം നഗരസഭ വൈസ് ചെയർമാൻ ലിസി ജോസ്, തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ K വർഗീസ്, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ബാബു, രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.